വീണ്ടും വരുമെന്ന് വാക്ക് പറഞ്ഞ യേശുവയുടെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ, ദൈവവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് ഇടനിൽക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതുന്ന ലേഖനം 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം അതിൻ്റെ 7, 8, 9, 10 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം 7, 8, 9, 10 ആരെങ്കിലും ഒരാൾ വായിച്ചു. 2 കൊരിന്ത്യൻസ് 5-ന്റെ 7, 8, 9, 10 ആരെങ്കിലും എടുത്തോ. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളുടെ നടപ്പിന്റെ അടിസ്ഥാനം കാഴ്ചയാലല്ല. ചുറ്റുവട്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നതിന് അല്ലെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാണ്. മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാണ്. എല്ലാം അസ്തമിക്കാൻ പോവുകയാണ്. ഒരു ശുഭ പ്രതീക്ഷ ചുറ്റുവട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒന്നും ഉണ്ടാകുന്നില്ല. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പോകും എങ്കിൽ പിന്നെ ജീവിതത്തെ പറ്റി തന്നെ നിരാശ ബോധം അകത്തുള്ളവരുടെ അല്ലെങ്കിൽ നിരാശ ബാധിച്ച് തലകുനിഞ്ഞിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ വചനം വലിയൊരു മാറ്റത്തിന് മുഖാന്തരമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിന് പറയുന്നു, കാഴ്ചയാലല്ല, എങ്ങനെയാണ്? വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നതാണ് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഇന്നത് നടക്കും. ആ നടക്കുമെന്ന് പറഞ്ഞ വസ്തുത നിലവിൽ അറ്റ് പ്രസന്റ് ഇല്ല. ഒരു മെറ്റീരിയൽ പ്രൊഡക്റ്റ് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അല്ല എടുത്ത് കാണിക്കുക. നേടിയിരിക്കുന്ന കസേര, നേടിയിരിക്കുന്ന മൈക്ക് അല്ലെങ്കിൽ സ്പീക്കർ, ഇതൊക്കെ ഒരു സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥമാണ്, ഒരു വസ്തുവാണ്, ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ്. ഏതെങ്കിലും ഒരു കമ്പനി ഉത്പാദിപ്പിച്ച വസ്തുതകളാണ്. ഒന്ന് തൊട്ട് നോക്കാവുന്ന, കണ്ടു നോക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു വസ്തുതയോ ഒരു അനുഭവവുമല്ല. വസ്തുതയുണ്ട്, അനുഭവമുണ്ട്. അങ്ങനെ ഒരു വസ്തുതയോ ഒരു അനുഭവമല്ല വിശ്വാസത്താലുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. കാണാത്തൊരു മണ്ഡലത്തെ പറ്റിയുള്ള, ലോക മനുഷ്യന് മനസ്സിലാകാത്തൊരു മണ്ഡലത്തെ പറ്റിയുള്ള ഒരു ഉറപ്പാണ് വിശ്വാസത്തിന്റെ അടിത്തറ. ഞങ്ങൾ ചലിക്കുന്നത് വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. അതിന് 8-ാം വാക്യം, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ഞങ്ങൾക്ക് വലിയൊരു ഇഷ്ടം കർത്താവിനോടുകൂടെ വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മരണത്തെ ഭയക്കുന്നില്ല. ഈ ഭൂമണ്ഡലത്തിൽ കർത്താവിനെന്തോ പദ്ധതി ഉള്ളത് കൊണ്ടാണ് കർത്താവ് ഞങ്ങളെ ആക്കിയിരിക്കുന്നത്. എങ്കിൽ ആ പദ്ധതി പൂർത്തീകരിക്കാതെ ഹല്ലേലൂയ എന്റെ പ്രാണൻ എന്നിൽ നിന്നും വിട്ടു പോകത്തില്ല. ഈ ശരീരത്തിന്മേൽ ഒരു ഹാനിയും സംഭവിക്കത്തില്ല. അപ്പൊ ആ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ ഉയർന്നു വരുന്നവൻ എത്ര ബലവാനാണെങ്കിലും എന്റെ ജീവിതത്തിൽ അവന്റെ പദ്ധതികൾ നടക്കത്തില്ല. അപ്പൊ ഈ ശരീരത്തെ പറ്റിയുള്ള ഒരു വലിയ ഭാരമൊന്നുമില്ല. കാരണം ശരീരം വിട്ട് കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഒരു അനുഭവത്തെ പറ്റി, അതിനുണ്ടാകുന്ന ഒരു സന്തോഷത്തെ പറ്റിയുള്ള ബോധ്യമുള്ളവൻ ഈ ഇന്ന് ലോകത്തിൽ കാണുന്ന ഉമ്മാക്കിയുള്ളതും കണ്ട് അവൻ ഭയപ്പെടത്തില്ല. ഓക്കെ. 10-ാം വാക്യം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇതുകൊണ്ടാണ് കുഞ്ഞാലി നല്ലത് ചെയ്ത് ജീവിക്കുക എന്നുള്ള സന്ദേശത്തെ കൈമാറുന്നത്. സത്വർത്തമാനം. നിന്റെ പാപങ്ങൾ നിനക്ക് വിട്ടുമാറാൻ ജീവിതത്തിൽ കഴിയാത്ത ഏതെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ, എനിക്ക് ഇന്ന ഇന്ന ഹാബിറ്റിൽ നിന്ന്, എന്റെ ജീവിതശൈലിയിൽ എനിക്കൊരു മാറ്റം വേണം, പക്ഷെ പറ്റുന്നില്ല എന്നൊരു നിലപാടിലാണ് നിൽക്കുന്നതെങ്കിൽ കർത്താവ് പറയുന്നു, യേശുവ പറയുന്നു, നീ ഇത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കൊരു മോചനം ഉണ്ടാവും നിശ്ചയം. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നവർക്കേ മോചനം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഈ സന്ദേശം അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ മോചനം ഉണ്ടാവും. ആരുടെ വന്നാൽ? യേശുവയുടെ അടുത്ത് വന്നാൽ. അല്ല, നീ മദ്യപാനത്തിന് അടിമയാണോ? ദുസ്വഭാവം അടിമയാണോ? അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ ചിന്തകൾക്കും അല്ലെങ്കിൽ വേണ്ടാത്ത കാഴ്ചപ്പാടുകൾക്കും ഒക്കെ അധീനനായി പോകുന്നവനാണോ? ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് എന്നൊരു വേദന അറിഞ്ഞു അറിയാതെ ഒരു കലഹപ്രിയനായി നീ മാറുന്നുണ്ടോ? ഇതിൽ നിന്നെല്ലാം നിനക്കൊരു മോചനം ഉണ്ടാകും. ഈ മോചനം ഉണ്ടാകും, അല്ലെങ്കിൽ മാറ്റം നിനക്ക് വേണം എന്നുള്ള സന്ദേശത്തെ കൈമാറുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അത് കൈമാറുന്നതിന് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലമുണ്ടാവും. അല്ല, ഈ സന്ദേശത്തെ കൈമാറുന്നത് എന്തുകൊണ്ടാണ്? ഈ സന്ദേശത്തെ കൈമാറുന്നതിന് വലിയ വസ്തുത നിനക്ക് ദോഷം സംഭവിക്കാതിരിക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ വലിയൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിലേക്ക് നീ പ്രവേശിക്കുക വഴി
ഹല്ലേലൂയ ന്യായവിധിയിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അപ്പൊ ന്യായവിധിയിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും നിനക്ക് മോചനം ഉണ്ടാകേണ്ടതിന് ഹല്ലേലൂയ തമ്പുരാന്റെ വചനങ്ങൾക്കനുസരിച്ചുള്ളൊരു ജീവിതം അതിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ നല്ലതാകിലും തീയതാകിലും നമ്മുടെ പ്രവർത്തിക്കനുസരിച്ചൊരു മറുപടി നിശ്ചയമായി ഉണ്ടാകും. വായിച്ചാട്ടെ. എല്ലാവരും ക്രിസ്തു ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. 17-ാം വാക്യം വായിച്ചാട്ടെ. അധ്യായത്തിന്റെ 17-ാം വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അപ്പം ഈ എന്തോ കർത്താവിനോട്ട് വരിക, കർത്താവിന്റെ കൂടാകുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? പുതിയ സൃഷ്ടിയാകും. പുതിയ സൃഷ്ടിക്ക് പഴയതായ പലതും അല്ലെങ്കിൽ പഴയതായ വസ്തുതകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ചിലതിന്റെയൊക്കെ അടിമത്വത്തിലാണ് നീ ജീവിച്ചതെങ്കിൽ യേശു ക്രിസ്തുവുമായ ഒരു കണക്ഷൻ അല്ലെ യേശു ക്രിസ്തുവുമായ ഒരു ബന്ധം, യേശു ക്രിസ്തുവിലായി നീ മാറ്റപ്പെടുമ്പോൾ അതിന് പറയുന്നു ഞാൻ ക്രിസ്തു അല്ലെ ക്രിസ്തു എന്നിൽ. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്തുണ്ടാകുന്നു? എന്റെ പഴയതെല്ലാം മാറിപ്പോയി. അപ്പം പലരും നോക്കി പറയാറില്ലേ, അവന്റെ പണ്ടത്തെ രീതിയെല്ലാം മാറി. വഴിത്തലയ്ക്കൽ മദ്യപിച്ച് ശബ്ദിച്ച് കിടന്ന പലരും ദൈവനാമത്തിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ലോകത്തിന് മുമ്പാകെ ജീവിക്കുമ്പോൾ യേശുവിന്റെ നാമത്തെ ഞാൻ പറയുകയാണ്, ഹല്ലേലൂയ, ഈ ദൈവം നിശ്ചിത തീറിയിൽപ്പെട്ട ഒരൊറ്റ വ്യക്തിക്കും വഴിക്കിടക്കുന്ന മദ്യപാനിക്കൊരു മോചനം കൊടുക്കുവാൻ, മയക്കുമരുന്ന് അടിമത്തം ബാധിച്ചവനൊരു മോചനം കൊടുക്കുവാൻ സാധിക്കത്തില്ല. ശാസ്ത്രീയമായ രീതിയിൽ വേണമെങ്കിൽ കൊണ്ട് ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററുകൾ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാം. ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നവൻ ഏതെങ്കിലും കാരണവശാൽ പിന്നെയും അതിലേക്ക് അവൻ തിരിഞ്ഞുപോയാൽ അവൻ ഏറ്റവും അടുത്തത് എന്തുണ്ടാവും? അവന്റെ ശരീരം ഒരു ഏകൻസ് ഫംഗ്ഷന് വിധേയമാവും. അവന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ശീഘ്രനാശം. മദ്യപാനത്തിൽ നിന്ന് മോചനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അതിൽ നിന്ന് അങ്ങനെ ജീവിച്ചവൻ പിന്നെ മദ്യപിച്ച് നോക്കട്ടെ, പിന്നെ അവൻ അധികാരം മദ്യപിക്കാൻ കാണത്തില്ല. അത് ശരീരത്തിലൊരു പ്രോസസ് അങ്ങനെയാണ്. എന്നാൽ യേശു കർത്താവിലാവുന്നവൻ ഹല്ലേലൂയ ഒരു മരുന്നുമില്ലാതെ ഹല്ലേലൂയ ഒരു കർമ്മങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തികളുടെ അടിത്തറയില്ലാതെ യേശു ക്രിസ്തുവിലാവുന്നവന്റെ മേൽ ഹല്ലേലൂയ വലിയൊരു വ്യത്യാസം, വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ മദ്യപന്മാർ, എത്രയോ ക്രിമിനൽ സ്വഭാവമുള്ളവരൊക്കെ ഇന്ന് ദൈവനാമത്തിലായി എത്രയോ കുഞ്ഞാടുകളെ പോലെ ജീവിക്കുന്നു. അവർക്ക് നേരെ പുലഭ്യം പറയുമ്പോൾ അവരൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ തന്നെ അവരുടെ സ്വഭാവം മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കർത്താവിന്റെ നാമത്തിലായിരിക്കുന്നതിനെ ഇന്ന് കണ്ടോ, പണ്ട് ഇന്ന ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നവർ, ജയിലിൽ കിടന്നവർ, അല്ലെങ്കിൽ മദ്യപിച്ച് ഓടിക്കിടന്നവർ, തല്ലുകൂടി കിടന്നവര്, അവരൊക്കെ ഇന്ന് കൊണ്ടോ കള്ളന്മാരൊക്കെ ഇറങ്ങിയിരിക്കുന്നതാണോ എന്നൊക്കെ പറയുമ്പോൾ പ്രതികരിക്കാതെ ഇതിനോടൊക്കെ ചിരിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഈ വ്യക്തികളൊക്കെ മാറിയത് തന്നെ അല്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം അവരുടെ മേലുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല മതചിന്തകൾക്കെതിരെ ശബ്ദിച്ചാൽ ഉറപ്പാ ശബ്ദിക്കുന്നതിന് തിരിച്ചൊരു മറുപടി ഉണ്ടാവും. പക്ഷേ യേശുക്രിസ്തുവിലായിരിക്കുന്നവന്റെ ജീവിതത്തിൽ നേരെ പ്രവേശിച്ചുകൊണ്ടാൽ അവരെന്ത് ചെയ്യും? നിശബ്ദമായി മാറിപ്പോകും. കാരണം അവരെ നയിക്കുന്നത് ഈ ലോകത്തിന്റെ ശക്തിയല്ല, സകലത്തെ ഉണ്ടാക്കിയവന്റെ മഹാകൃപയാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുന്നത് നല്ലതാകലും തീയതാകലും അതിനെ തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതുകൊണ്ട് തന്നെയാണ് 17 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ഇതിൽ നിന്നും ഈ ശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിന്, ശിക്ഷാവിധികളിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയൊരു വസ്തുതയാണ് ക്രിസ്തുവിലാകുന്നത്. അതാണ് 17 വാക്യം. ക്രിസ്തുവിലാകുന്നു എന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ എന്താ സംഭവിക്കുന്നത്? അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു. അതിലെ പഴയതെല്ലാം കഴിഞ്ഞു, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അപവാദി അവിടുന്ന് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. അപവാദിയുടെ ഹൃദയത്തിൽ പോലും പറയുമോ ഞാൻ ഈ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് ഹൃദയത്തിൽ അവർ പറയാനിടവരും. എത്രയോ അപവാദികൾ പിന്നീട് ഈ മാർഗത്തിലോട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു കാലത്ത് വിശ്വാസത്തിന് നേരെ വിരൽ ചൂണ്ടിയവല്ല ഞാൻ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള തീരുകളിൽ നിന്നുകൊണ്ട്, ദൈവനിഷേധ തീരുകളിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് സന്ദേശത്തെ കൈമാറി നിന്നൊരു വിഭാഗത്തിൽ അംഗമായിരുന്നതാണ് ഞാൻ. എന്നാൽ യേശു ക്രിസ്തുവിൽ ആയപ്പോൾ പഴയത് കഴിഞ്ഞു പോയി, പുതിയൊരു സൃഷ്ടിയാണെന്ന ബോധ്യത്തിൽ, പുതിയൊരു സൃഷ്ടിയാണ് ഞാൻ ഈ ലോകത്തിൽ അനുരൂപപ്പെട്ട് ജീവിക്കേണ്ടവൻ അല്ല എന്നുള്ള ബോധ്യം
പരിശുദ്ധാത്മാവ് നൽകിയാൽ. അതിന് ആരാ ബോധ്യം നൽകുന്നത്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം നൽകിയാൽ അത് ദുഷ്ടന്റെ ആധിപത്യത്തിന് വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ടായി. അതിന്റെ 18-ാം വാക്യം. അതിനൊക്കെയും അപ്പൊ ഇതിന് ഞാൻ ഇത്രാം തീയതി ദൈവസ്ഥാനത്തിൽ വന്ന് ഞാൻ ഇന്നതുപോലെ ഇരുന്ന് ഞാൻ ഇത്ര ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇത്ര ദിവസം പ്രാർത്ഥിച്ച് നേടിയെടുത്തത്, ഞാൻ ഇത്ര ദിവസം ഉപവസിച്ച് പിടിച്ചെടുത്തത്, നേടിയതും പിടിച്ചതും ഒന്നുമില്ല. എന്നെ സംബന്ധിച്ച് പറയാൻ അങ്ങനെ പ്രശംസിക്കാനുള്ളവരുണ്ടെങ്കിൽ അവരിന്ന് പ്രശംസിക്കട്ടെ. എന്നെ സംബന്ധിച്ച് എന്റെ കൂടെ ആയിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നിങ്ങൾ അങ്ങനെ പറയരുതേന്ന് അപ്പോഴേ നമുക്ക് വളരെ വിനീതമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കാണുന്നു. അങ്ങനെ പ്രശംസിക്കാൻ ഭാഗമുള്ളവർ പ്രശംസിച്ചോട്ടെ, അവരെ പറ്റിയല്ല ഞാനിത് പറയുന്നത്. എന്നെ സംബന്ധിച്ച് പറയുന്നത് ഞാനത് അപ്പയുടെ സന്നിധി പറയാം. അപ്പ എന്റെ ജീവിതത്തിൽ ദാനമായി തന്നതല്ല, ഞാൻ ഇതൊന്നും ചോദിച്ചത്. വചനം പറയുന്ന ഇതിനൊന്നും കാരണഭൂതനായത് അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ പിന്നിൽ ഫംഗ്ഷൻ ചെയ്ത് എന്റെ ഒരു പ്രവൃത്തിയോ എന്റെ ഒരു എഫോർട്ടോ ഒന്നുമല്ല. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്, എന്റെ ഈ രൂപാന്തരത്തിന്റെ എന്റെ ഈ മാറ്റത്തിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ആ മഹാകരം തന്നെയാണ്. പ്രശംസിപ്പാൻ എനിക്കൊന്നും തന്നെ ഇല്ല. ഓക്കെ, വായിച്ചാട്ടെ. തന്നോട് നിരപ്പിച്ചു. എന്തിന്റെ ശുശ്രൂഷയാ? നിരപ്പിന്റെ ശുശ്രൂഷ. ഓക്കെ, 19-ാം വാക്യം. ദൈവം ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തു തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നത് നിരപ്പിന്റെ വചനമാണ്. ദഹിപ്പിച്ച് കളയുന്ന ദൈവത്തെ പറ്റിയുള്ള ഒരു ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്ന് യേശുക്രിസ്തു ഈ ലോകത്തിന് മുമ്പാകെ വെളിപ്പെടുത്തി. ഏത് കൊടിയ പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്നവർക്ക് പോലും എന്റെ അടുത്ത് വന്നാൽ എന്തുണ്ടാകും? മോചനമുണ്ടാകും. ഞാൻ ക്ഷമിക്കുന്നവനാണ്, ഞാൻ പൊറുക്കുന്നവനാണ്. ഹല്ലേലൂയ. എന്താണോ ഞാൻ, അതാണ് എന്റെ പിതാവ്. എന്നെ അയച്ച പിതാവിന്റെ സ്വഭാവം എന്താണെന്നറിയണമെങ്കിൽ എന്നെ നോക്കിയാൽ മതി. ഇതിനു മുമ്പ് ഞങ്ങൾ പഠിച്ചതും പറഞ്ഞതുമായ പിതാവ് ഇങ്ങനല്ലോ. അതാണ് ഞാൻ പറയാം, എനിക്ക് മുമ്പേ വന്ന് നിങ്ങളെ ഇത് പഠിപ്പിച്ചവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമാകുന്നു. അപ്പൊ കള്ളന്മാരുടെയും കവർച്ചക്കാരുടെയും ആശയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവനാമത്തിലായിരിക്കുന്നവരെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നവരാണ് ദുരുപദേഷ്ടാക്കൾ. അവർ തങ്ങളുടെ പുറമേയുള്ള വസ്തുതകൾക്കല്ല എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ നാളെ മുതൽ ഒരു ഇളം നീല ഉൾപ്പെട്ടിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം സംഭവിക്കും. നീല നിറമുള്ളതും കറുത്ത നിറമുള്ളതും മാസ്ക് എന്ത് ചെയ്യരുത്? ഇപ്പോഴത്തെ സ്ഥിതി പറയാം, വെക്കാൻ പാടില്ല, അശുദ്ധിയാണ്. നമ്മൾ എന്തേ വെക്കാവൂ? വെള്ള മാസ്ക് മാത്രമേ ഫിറ്റ് ചെയ്യാവൂ. ആവശ്യമില്ലാത്തൊന്നും പടച്ചുവിടല്ലേ. കർത്താവ് എല്ലാത്തിനും നിർമ്മിച്ചിട്ട് എല്ലാം നല്ലതെന്ന് കണ്ടു. ഈ നിറങ്ങളെ എല്ലാം വസ്തുതകളെ എല്ലാം നിർമ്മിച്ചതാരാ? നല്ല വചനം പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് എല്ലാം നല്ലതെന്ന് കണ്ടു. സ്തോത്രം. അപ്പൊ അതിനെ തീയതാക്കി മാറ്റിയത് ആരാണ്? അതാണ് പിശാച്. അവൻ കടന്നു വന്നത് എന്തിനാണ്? അറക്കാനും ഇടിപ്പാനുമാണ് അവൻ കടന്നു വന്നത്. അപ്പൊ അവന്റെ സ്വാധീനത്താൽ എഴുതപ്പെട്ട ചില വസ്തുതകൾ വെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിന്റെ ശുശ്രൂഷയെ അത് റിവീൽ ചെയ്യാതിരിക്കുന്നുവെങ്കിൽ ദൈവിക ശുശ്രൂഷയല്ല. ദൈവിക ശുശ്രൂഷ എന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. ഹല്ലേലൂയ. അപ്പം ദുഷ്ടാത്മ ലോകത്തിന് എന്തെങ്കിലും ദോഷമായി ഭവിക്കത്തില്ല എന്നുള്ളതാണ്. ഭവിക്കേണ്ടതൊക്കെ ഭവിക്കും. അത് വചന അടിസ്ഥാനത്തിലുള്ള പ്രവചനങ്ങളുടെ നിവർത്തീകരണങ്ങളൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. എന്റെ കർത്താവിന്റെ കൂടെ എടുക്കപ്പെട്ട സഭയ്ക്ക് ശേഷം പിന്നെ ഇവിടെ ഉണ്ടാകുന്നത് സഭയായിരിക്കത്തില്ല. അങ്ങനെ എടുക്കപ്പെടൽ പോലും വിശ്വസിക്കാതെ എടുക്കപ്പെടലിനെ പറ്റി പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. യേശുക്രിസ്തുവിന്റെ എന്റെ തമ്പുരാൻ തന്ന കൃപ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ പറയാണ്, എന്റെ കർത്താവ് എനിക്ക് കൃപയായ എന്റെ അപ്പയുടെ കൃപയാൽ എനിക്ക് ലഭിച്ചതാണല്ല. ഞാൻ നേടിയെടുത്തതോ പിടിച്ചെടുത്തോ ഒന്നുമല്ല. ദൈവനിഷേധിയായി ജീവിച്ച്, ദൈവവിശ്വാസത്തിന്റെ വിരോധിയായി ജീവിച്ച്, ദൈവമില്ല എന്ന് വാദിച്ച് നടന്ന് അങ്ങനെ ചിന്തകളിലും ആശയങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ചേർന്ന് ജീവിച്ചു വന്ന എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം തന്നതെല്ലാം എന്റെ അപ്പയുടെ ദാനമാണ്. ഞാൻ വായിച്ചു പഠിച്ചത് മനസ്സിലാക്കിയ പ്രകാരമാണെങ്കിൽ ദൈവമില്ലെന്ന് പറയാൻ എനിക്ക് കഴിയത്തുള്ളൂ.
കാരണം എല്ലാം ഒരു വൈരുദ്ധ്യങ്ങളുടെ ശാസ്ത്രമാണ്. പക്ഷെ ഞാൻ കണ്ടതും എന്നെ കണ്ടതും ഞാൻ തൊട്ടതും എന്നെ തൊട്ടതുമായ എൻ്റെ അപ്പ ഇത് പറയുവാൻ എന്റെ ജീവിതത്തിൽ ഇടം നൽകിയത്. തലമുറകളെ ഛേദിച്ചുകളെ ദുഷ്ടൻ ബാധിച്ചെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുടെ പിതാവായിരിക്കാൻ എന്റെ കർത്താവ് എനിക്ക് ഇട നൽകിയത്. ഒരു സഭയുടെ പാർശ്വമായിരിക്കാൻ എന്റെ കർത്താവ് എനിക്ക് ഇട നൽകിയത്. മാന്യമായി ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളെയും അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ജീവിതശൈലിയിൽ നിന്ന് ലഭിച്ചതല്ല, അല്ലാതിരിക്കുന്നതിന്റെ അമ്മ തന്നതൊക്കെ കൃപയാൽ. എനിക്ക് തൊഴിലുണ്ട്, ആ തൊഴിൽ തന്നത് കൃപയാൽ. എന്റെ പഠിത്തവും എന്റെ ഞാനൊന്നും കൃപയാൽ, എല്ലാം എന്റെ ദൈവത്തിന്റെ ദാനം. ഞാൻ യാത്ര ചെയ്ത് ഒരു അപകടം ഉണ്ടാകാത്തതും അല്ലെങ്കിൽ യാത്രയിൽ എനിക്ക് ദോഷം വരാതിരിക്കുന്നത് കൃപയാൽ. ഞാൻ രാത്രി കയറി കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്നത് മഹാകൃപയാൽ. എന്തിന് ജനമേ ഈ കൃപ എന്ന് കേൾക്കുമ്പോൾ ഇത്ര ഇറിറ്റേറ്റഡ് ആകുന്നു? ആ പേര് പറഞ്ഞ് തെറ്റായ തലത്തിൽ ജനത്തെ നയിച്ചവരൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ വാക്കിൽ കേൾക്കുമ്പോൾ തന്നെ എന്തിനെങ്ങനെ ഇറിറ്റേറ്റഡ് ആകുന്നു? നമ്മൾ പാട്ട് പാടാറില്ലേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. അപ്പൊ എനിക്ക് സ്തുതിക്കാനും പറയാനുള്ളത് എല്ലാവരും ഉള്ളൂ എന്റെ അപ്പയുടെ കൃപ. കാരണം ഞാൻ എവിടുന്നാ വന്നേ? ഒന്നുമില്ലായ്മയിൽ നിന്നെ. എവിടുന്ന എന്റെ ബേസ് എവിടുന്ന? മണ്ണിൽ. എനിക്ക് പറയാനൊന്നുമില്ല, പ്രശംസിക്കാനൊന്നുമില്ല. നിന്ന് നിപ്പി പുഴുത്ത് അഴുകി വീഴാവുന്ന ഹല്ലേലൂയ ഒരു വസ്തുതയുള്ളൂ ഞാൻ. ആ അവസ്ഥയിൽ നിന്ന് എന്നെ ഉയർത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ പുത്രനെ രക്ഷിച്ചു നീ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. പറയാനൊന്നേ ഉള്ളൂ, കൃപയാൽ. ഒന്നുമില്ലായ്മയിൽ ഇതുവരെ നടത്തിയ എന്റെ അപ്പയുടെ നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കാണുന്നവരോട് എന്റെ അപ്പയുടെ നാമത്തിൽ പറയാണ്, നീ ഏത് പ്രശ്നത്തെയോ ഏത് വിഷയത്തെ നേരിടുന്ന വ്യക്തി ആയിക്കോട്ടെ, നിനക്ക് മറുപടി തരാൻ കഴിവുള്ള ഏക നാമം യേശുവയുടെ നാമം. എല്ലാ മുഴങ്കാലിലും മടക്കാൻ കഴിവുള്ള നാമം യേശുവയുടെ നാമം. ഇനി പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല സംഭവവാസങ്ങൾ വിളിച്ചു പറയുന്നു, അവൻ വരുവാൻ സമയമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശുദ്ധനായി, ഹല്ലേലൂയ, നിഷ്കളങ്കനായി മാറേണ്ടതിന് ഇന്നത്തെ വചനം ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വരുന്നതാ യേശുവപ്പ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സകലരെയും അപ്പയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ലാസ്റ്റ് മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അപ്പയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ എന്റെ കർത്താവിനെ നിർത്തിയിരിക്കുന്നു. എന്റെ കർത്താവെ, ഇത് കാണുന്ന സകലരുടെ മേൽ വിടുതലും മുഖാന്തരമായി മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു എന്റെ എല്ലാമാണെന്ന് പറയുന്നു. എന്റെ പ്രാണപ്രിയനാണ് എന്റെ യേശുവപ്പ എന്ന് പറയുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയായി ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുക. എന്റെ കർത്താവേ, ഇത് കാണുന്നവരുടെ ജീവിതപ്രകാരം ഇടവരട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വലിയ വിടുതലുകൾ സംഭവിക്കണം, വലിയ മറുപടികൾ ഉണ്ടാകണം, വലിയ സാക്ഷ്യങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നതിനെ ഓർത്ത് മറുപടി വന്നതിനെ ഓർത്ത് സ്തോത്രം. യേശുവയുടെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.